ഹലോ enthusiast. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു 18 years old ഹീറോ ഹോണ്ടയാണ്. ഏകദേശം ഒരു 1 lakh+ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണിത്. ഒറ്റ നോട്ടത്തിൽ ഒരു സ്പ്ലെൻഡർ പോലെ തോന്നുമെങ്കിലും ഇതൊരു സ്പ്ലെൻഡർ അല്ല. സ്പ്ലെൻഡറിന്റെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന CD Deluxe ആണ്. ഇതൊരു സ്റ്റോക്ക് വണ്ടിയല്ല. ഒരു 6-7 ഇയേഴ്സിന്റെ എവല്യൂഷനും കൊണ്ടാണ് ഈ ഒരു ലുക്കിലേക്ക് ഈ ഒരു വണ്ടി എത്തിയത്. ഇതിന്റെ പെയിന്റിങ് നോക്കുവാണെങ്കിൽ ക്ലാസിക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ മാക്സിമം ക്രോം എലവൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ. ഈ ഒരു ലുക്കിൽ കണ്ട സ്പ്ലെൻഡർ അല്ലെന്ന് ആരും പറയില്ല. ഇതിനകത്ത് നമ്മൾ സ്പ്ലെൻഡറിന്റെ ഹെഡ്ലൈറ്റ് മാസ്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 2007 മോഡൽ വണ്ടിയാണ്. സോ ഇതിനു മുമ്പേ ഉള്ള മോഡലിൽ ഏകദേശം ഈ ഒരു സെയിം മാസ്ക് ആണ് വന്നിരുന്നത്. ഇതിനകത്ത് നമ്മൾ യൂറോ 1ന്റെ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഒരു നിയോൺ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ RXZ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ കൂടെ മാച്ച് ആകുന്ന തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണിത്. ഫ്രണ്ടിലെ ഷോക്ക് നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് ഷോക്ക് തന്നെയാണ്, പക്ഷേ നമ്മളൊരു 2.5 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് 4K നോക്കുവാണെങ്കിൽ പഴയ പൾസറിന്റെ ബൂട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മഡ് ഗാർഡ് നോക്കുവാണെങ്കിൽ ട്വിസ്റ്ററിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് മാറ്റിയിട്ട് ഷോർട്ട് ബാർ ആണ് കയറ്റിയിരിക്കുന്നത്. സോ അതിൻ്റെ കൂടെ മാച്ച് ആകാൻ വേണ്ടി ഒരു വൈറ്റ് കളറുള്ള പൗച്ചും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈലൻസറിന് അടിപൊളി സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് സൈലൻസർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോക്ക് അബ്സർ പാഷൻ പ്ലസിന്റെ ആണ്. സോ ഇതൊരു ക്രോം കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അത്യാവശ്യം ഹൈറ്റും കംഫർട്ടും ഉള്ള ഒരു ഷോക്കായത്. ഇതിന്റെ സ്റ്റോക്ക് ഗ്രാബ് റെയിൽ മാറ്റിയിട്ട് സ്പ്ലെൻഡറിന്റെ ക്യാരിയർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ ഒരു പഴയ മോഡലും ഏകദേശം ഈ ഒരു ടൈപ്പ് ക്യാരിയർ ആണ് വന്നിരുന്നത്. മഡ് ഗാർഡ് നോക്കുവാണെങ്കിൽ സ്പ്ലെൻഡറിന്റെ മഡ് ഗാർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ നോർമലി ഹീറോ ഹോണ്ട ബൈക്ക് വരുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ക്രാഷ് കാർഡ് നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് തന്നെയാണ്. ഇത് മാറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ്ങും ആണ്, അതുപോലെ തന്നെ തുരുമ്പടിക്കത്തുമില്ല. ഈ ഒരു മീറ്ററിനകത്തിൽ നമ്മൾ റെഡ് ആൻഡ് ബ്ലൂ നിയോൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മഡ് ഗാർഡ് ഡയറക്റ്റ് ഫിറ്റ് അല്ല. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ക്ലാമ്പും അതുപോലെ തന്നെ സ്പെഷ്യൽ ബോൾട്ടും സ്പേസറും യൂസ് ചെയ്താണ് കറക്റ്റ് ഫിക്സ് ആക്കി നിർത്തുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്കിന് വേണ്ടി ഈ ഒരു ക്യാരിയറും നമ്മൾ എക്സ്ട്രാ ഒരു സ്പേസർ വെച്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രോം സാരി കാർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെയിൻ കവർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരല്ലെങ്കിൽ ചെയിൻ കവർ ഇടുന്നതാണ് നല്ലത്. സ്പ്ലെൻഡർ പോലെ തന്നെ ഒരുപാട് മറ്റു വണ്ടികളും ഇതുപോലെ പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ വണ്ടി ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം.